ഈ റിലേഷൻഷിപ്പിൽ അബദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ നടക്കുന്നത് റിലേഷൻഷിപ്പിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലാവുന്നതിന് മുമ്പ് പറയുന്നത് എല്ലാ അബദ്ധങ്ങളാണ്. പ്രണയം മുതൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അബദ്ധമായി മാറുന്നത് കല്യാണം കഴിയുമ്പോൾ. അപ്പോഴാണ് ഞാൻ ഇന്നെ കാര്യങ്ങൾ പറഞ്ഞത് അബദ്ധമാണല്ലോ തോന്നുന്നത്. പറ്റിപ്പോയി. അത് മാത്രമല്ല, പ്രേമിക്കുമ്പോൾ അബദ്ധം ഉണ്ടല്ലോ. നീ പറയുന്നത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ പ്രേമിച്ചോണ്ടിരിക്കും, അപ്പൊ നമുക്ക് മനസ്സിലായി ഓ ഇവൻ ഈ കാലമാടനെ പ്രേമിക്കണ്ടായിരുന്നു എന്ന് തോന്നി ഇവന് തലേന്നെടുത്ത് കളയും. നമ്മൾ തേക്കും, എങ്ങനെങ്കിലൊക്കെ പറഞ്ഞ് തേക്കും. അല്ല, ഒന്ന് രണ്ടുപേര് നമ്മളെ ആദ്യം തേക്കും. സാധാരണ ആണുങ്ങളാണ് തേക്കിൽ എക്സ്പെർട്ട്. ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ പറഞ്ഞിട്ട് നീ പറഞ്ഞു. അതായത് എല്ലാ പെൺകുട്ടികൾക്കും ആദ്യത്തെ തേക്കൽ അനുഭവം കിട്ടുന്നത് ആണുങ്ങളുടെ നിന്നാണ്. പിന്നീടാണ് പെണ്ണുങ്ങളെ തിരിച്ചു എന്നെ 2 എന്നെ തേച്ചു, 5 ഞാനും തേച്ചേക്കും. ഇത് ഈ പറയുന്നത് 1990-കളിൽ നടക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്നത് ഈക്വലി അല്ല, ഒരു പടി മുമ്പിൽ പെണ്ണുങ്ങളാണ് തേക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സംസാരിച്ച ഒരാൾ പറഞ്ഞാണ്, ഞാൻ 10 രൂപ തേച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, തേക്കുക എന്ന് പറഞ്ഞാൽ ചതിക്കുക എന്നല്ല ഉദ്ദേശം. നമ്മുടെ ഐഡിയ അനുസരിച്ച് തേക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചതിക്കണം. നമ്മൾ അത്രയും ഹാർഡ് കോർ ആയിട്ട് നമ്മൾ പ്രണയിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ ഒരു ദിവസം ഒരു കാരണം കൊണ്ട് നമ്മൾ ഇഷ്ടമാണ് ഈ താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് പോകുന്നത് ചതിക്ക് തുല്യമാണ്. അപ്പം അത് പറയുമ്പോൾ അവർ പറയുന്നത് എനിക്ക് ആ വൈബ് സെറ്റായില്ല. സത്യമല്ലേ? നമുക്ക് വൈബ് സെറ്റായില്ല, നമ്മൾ തുറന്നു പറയണം എനിക്ക് നിങ്ങളെ പറ്റില്ല, നമുക്ക് വേണ്ട, പിരിയാം എന്ന് പറയാൻ പഠിക്കണം. അത് അബദ്ധമല്ല. ചിലർക്കൊക്കെ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ 2 പേര് തമ്മിൽ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നു. അതിന് അബദ്ധം ചതി എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരെടുത്ത തീരുമാനമാണ്. 2 പേര് തമ്മിൽ നിങ്ങൾ തമ്മിൽ പ്രേമിക്കുന്നു. ഒരു എക്സാമ്പിൾ, നിങ്ങൾ തമ്മിൽ പ്രേമിക്കുന്നു, നിങ്ങളുടെ വൈബ് സെറ്റ് ആവുന്നില്ല, അപ്പൊ നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങൾക്ക് പിരിയാം. അത് തേക്കലല്ല. നാളെ വേണേ ആണിന് മാത്രം പറഞ്ഞു നടക്കാം അവള് തേച്ചു എന്ന്. ഇതൊക്കെ മാത്രം പറഞ്ഞു നടക്കാൻ നീ തേച്ചു. അങ്ങനെ പറയല്ലേ, നമ്മള് മ്യൂച്വൽ ആയിട്ട് എടുക്കുന്നതിനാ പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഒരു ദിവസം അങ്ങനെ പറയുന്നവരുണ്ടെന്നേ. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, അല്ല ഒരു ദിവസം ഞാൻ പറയാം, ഒരു ദിവസം ഞാൻ ഇന്നലെ വരെ വിളിച്ചോണ്ടിരുന്നു. ഇന്ന് രാവിലെ ഞാൻ അബ്സ്കോണ്ടാ, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആളെ കാണുന്ന ആളെ അവിടെ ഒന്നും അറിയത്തില്ല. ഇത് തേപ്പ. അല്ല, ഞാൻ ചിന്തിച്ചു വെച്ചിരുന്ന തേപ്പ് എന്തുവാന്നറിയാമോ? ഇപ്പം നമ്മൾ തമ്മിൽ പ്രേമിക്കുന്നു, ഇവളോട് നിങ്ങൾക്ക് പ്രേമം തോന്നി കഴിയുമ്പോൾ എന്നെ തേച്ചു, അതാണ് ഞാൻ വിചാരിച്ചിരുന്ന തേപ്പ്. അത് ഓരോരുത്തരുടെ താല്പര്യമില്ലേ? കാരണം എത്ര പേരുടെ കൂടെ സെക്സ് ചെയ്യണം എന്നത് ഒരു മനുഷ്യന്റെ ചോയ്സാണ്. ഒരു സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്. ഇപ്പം നിന്റെ കൂടെ ഒരാൾ സെക്സ് ചെയ്തെന്ന് വെച്ചിട്ട് അത് അയാൾ നിനക്ക് തരുന്ന പ്രോമിസ് അല്ല. നിന്നെ കല്യാണം കഴിച്ചോളാവുന്നു അല്ലെ മറ്റൊരാളുടെ സെക്സ് ചെയ്യത്തില്ല. സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സെക്സ് ഒരു പ്രോമിസ് അല്ല. എന്നും പറഞ്ഞ് നീ എന്നെ തേച്ചു എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പല ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ നടക്കുന്നത് പ്രണയബന്ധങ്ങളിലാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലേ നമ്മൾ നോക്കുന്നത് എന്ത് രസമുള്ള കുട്ടി, എന്ത് രസമുള്ള പയ്യൻ, അടുത്ത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇതിനും വലിയ തോൽവി വേറെ ഇല്ലെന്ന് മനസ്സിലാവും. അതാണ് ഏറ്റവും വലിയ അബദ്ധം. എന്നെ മാത്രമേ നോക്കാവൂ, അല്ല എനിക്ക് വേണം, എന്നെ മാത്രമേ അവൻ സഹായിക്കാവൂ, എന്നെ മാത്രമേ അവള് സഹായിക്കാവൂ എന്ന് ചിന്തിക്കുന്ന സെൽഫിഷ്നെസ് ആണ്. പൊസസീവ്നെസ്, സെൽഫിഷ്നെസ്സും ഉണ്ട്. സെൽഫിഷ്നെസ് ആണ്. അപ്പൊ ഇതൊക്കെ ഓരോ ഈ ആണുങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാനത് പറയട്ടെ. അവര് അബദ്ധം പറ്റി ഇങ്ങനത്തെ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടും. അവരെ എന്നിട്ട് കുറച്ച് അവർക്ക് അറിയാം അവള് സെൽഫിഷ് ആണെന്നറിയാം. എന്നാലും അത് കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ അടുത്ത് വന്നു, അതും അങ്ങനെ ഒരാളെ തന്നെ കണ്ടുപിടിക്കും. എങ്ങനെ ഇങ്ങനെ പറക്കിയെടുക്കും. നമ്മൾ മലയാളികൾ പൊതുവെ പയ്യന്മാർ ക്യൂട്ട്നെസ്സിൽ വീണു പോകുന്നവരാണ്. അതുകൊണ്ടാണ് ഈ അബദ്ധങ്ങൾ പറ്റുന്നത്. ക്യൂട്ട്നെസ്സിൽ വീണു അല്ല, പൊതുവെ ഈ പറഞ്ഞ പയ്യന്മാരെല്ലാം ഈ ക്യൂട്ട്നെസ്സിൽ വീഴുന്നതുകൊണ്ട് അവർ ഈ അബദ്ധത്തിൽ ചെന്ന് കാണുന്നത്. ഇപ്പം ഒന്നാലോചിക്കും, നമ്മൾ എപ്പോഴും പറയുന്നത് ആ ബുദ്ധി എനിക്ക് നേരത്തെ ഉണ്ടായതെങ്കിൽ എനിക്ക് അബദ്ധം പറ്റത്തില്ലായിരുന്നു. അത് അപ്പൊ ആ സമയം എത്തുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭൂരിഭാഗം കല്യാണം കഴിഞ്ഞ പലരും ഭാര്യമാരെ നോക്കി സംസാരമാണത്. ഇതെനിക്ക് നേരത്തെ അല്ല, ഇതാ പറഞ്ഞത്, ഈ ആ സമയം എത്തുമ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. ഈ പല അബദ്ധങ്ങളും അബദ്ധമാണെന്ന് ആ അബദ്ധം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കട്ട് ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.